Plus 2 Revision Series 6. Show that f from R to R defined by f of x is equal to 4x plus 3 is invertible. Find the inverse of f. F is a function from R to R defined by f of x is equal to 4x plus 3. We want to prove that f of x is invertible. A function f is invertible if it is both on 1 and on 2. First of all, we have to prove that the function f is 1, 1. Adinu vendi, let us take two elements x1 and x2 from the domain R. അതിൻ്റെ ഇമേജസ് എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടുവും സെയിം ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ ഫംഗ്ഷൻ 1, 1 ആണെങ്കിൽ ഇമേജസ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ എലമെൻസും കോയിൻസൈഡ് ചെയ്യണം. അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആയിരിക്കണം. അഥവാ ഇമേജസ് സെയിം ആയാൽ എലമെൻസും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സ് എക്സ് വണ്ണും എക്സ് ടുവും എടുത്തു. അതിൻ്റെ ഇമേജസ് എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടുവും സെയിം ആണെന്ന് അസ്യൂം ചെയ്തു. Now f of x1 is 4x1 plus 3. That is the definition of f of x. F of x is 4x plus 3. F of x1 is 4x1 plus 3. F of x2 is 4x2 plus 3. 3 and 3 cancel out. Therefore 4x1 is equal to 4x2. 4 4 cancel out. x1 is equal to x2. That is f of x1 is equal to f of x2 implies x1 is equal to x2. Elements distinct ആകുമ്പോൾ ഇമേജസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അഥവാ ഇമേജസ് കോയിൻസൈഡ് ചെയ്താൽ എലമെൻസും കോയിൻസൈഡ് ചെയ്യണം. 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഡൊമെയിനിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സ് എടുക്കുക. അതിലെ ഇമേജസ് ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. എലമെൻറ്റ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. ദറ്റ് ഇസ് എ മെത്തഡ്. Therefore f is 1, 1. Now we have to prove that f is on 2. Okay. On 2 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് for every element y in the codomain there exists an element x in the domain such that f of x is equal to y. കോഡൊമെയിനിലെ എല്ലാ എലമെൻസിനും ഒരു പ്രീ ഇമേജ് ഡൊമെയിനിൽ ഉണ്ടായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ എവരി എലമെൻറ്റ് വൈ ഇൻ ആർ ദർ എക്സിസ്റ്റ് എക്സ് ഇൻ ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. നമുക്ക് അതൊന്ന് സൈഡിൽ ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ആകത്തക്കവണ്ണം വൈ സെക്കൻഡ് സെറ്റിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു. ഇത് കോഡൊമെയിനാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ പോസിബിൾ ആണോ എന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് 4x plus 3 ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ. എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3 ഡിവൈഡഡ് ബൈ 4. വൈ നമ്മൾ എടുത്തിരിക്കുന്നത് സെറ്റ് ആറിൽ നിന്നാണ്. അത് കോഡൊമെയിനാണ്. y is a real number. y minus 3 by 4 is also a real number. y real number ആണെങ്കിൽ y minus 3 by 4ഉം റിയൽ നമ്പർ ആയിരിക്കും. Therefore it is an element of R the domain. അതായത് കോഡൊമെയിനിൽ നിന്നൊരു എലമെൻ്റ് എടുക്കുമ്പോൾ ഡൊമെയിനിൽ ഒരു എലമെൻറ്റ് കിട്ടും എന്ന് ഉറപ്പായി. ഈ എക്സ് ഡൊമെയിനിലുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം. വൈ റിയൽ നമ്പറാണ്, വൈ മൈനസ് 3 റിയൽ നമ്പറാണ്, ബൈ 4 റിയൽ നമ്പറാണ്. നമുക്കിങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എഴുതാം. ലെറ്റ് വൈ എലമെൻറ്റ് ഓഫ് ആർ ദർ ഇസ് എ കോഡൊമെയിൻ. There exists x is equal to y minus 3 by 4 element of R. എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് എഴുതിയിരിക്കുന്നത്. x is equal to y minus 3 by 4 element of R such that f of x is equal to f of y minus 3 by 4. x is y minus 3 by 4. Definition of f is 4 into x plus 3. 4 into x plus 3. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് y മൈനസ് 3 by 4 ആണ്. എഫ് ഓഫ് എക്സിൽ എഫ് ഓഫ് വൈ മൈനസ് 3 by 4 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് y മൈനസ് 3 by 4 ആണ്. 4 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ y മൈനസ് 3 by 4 4x plus 3.
4 4 ക്യാൻസൽ ആകും. y മൈനസ് 3 പ്ലസ് 3 is equal to y element of R. Therefore, for every y element of R, there exists x element of R such that f of x is equal to y. Therefore, f is onto. Since f is 1 1 and onto, f is invertible. എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. ലിസൺ ഹിയർ, എഫ് ഈസ് ഇൻവേർട്ടിബിൾ. എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം ആർ ടു ആർ. ദ ഇൻവേഴ്സ് ഓഫ് എഫ്, ദെൻ എഫ് ഇൻവേഴ്സ് ഈസ് എ ഫങ്ഷൻ ഫ്രം ആർ ടു ആർ, കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലേക്ക് ആർ ടു ആർ, ഡിഫൈൻഡ് ബൈ എഫ് ഇൻവേഴ്സ് x is equal to x minus 3 divided by 4. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ അപ്ലൈ ചെയ്തപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് 3/4 എന്ന് കിട്ടി. അതാണ് വൈയുടെ പ്രീ ഇമേജ്. അപ്പോൾ തിരിച്ച് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3/4 എന്ന് എഴുതിയാൽ മതി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8x ക്യൂബ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3. ഫൈൻഡ് എഫ് കോമ്പസിഷൻ ജി ആൻഡ് ജി കോമ്പസിഷൻ എഫ്. ഹെൻസ് show that f dot g not equal to g dot f. Given that f of x is equal to 8x cube and g of x is equal to x raised to 1/3, we want to find f dot g of x or f composition g of x. By definition, f dot g of x is f of g of x. f dot g is f of g of x. f of g of x is x raised to 1/3. g of x is given as x raised to 1/3. Now we want to find f of x raised to 1/3. f of x is 8x cube. എക്സിൻ്റെ പ്ലേസിൽ ഇപ്പോൾ എക്സ് റേസ് ടു 1/3 ആണ്. എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ എക്സ് റേസ് ടു 1/3 ആണ്. അത് കാരണം ആൻസറായിട്ടുള്ള 8x ക്യൂബിലും എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു 1/3 എന്ന് എഴുതാം. Therefore 8 into എക്സിൻ്റെ പ്ലേസിൽ എക്സ് റേസ് ടു 1/3 the whole raised to 3. എക്സ് റേസ് ടു 3, എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു 1/3. This is equal to 8 x raised to 1/3 the whole raised to 3. We know that a raised to m into a raised to n is a raised to mn. 1/3 into 3, 1, that is x. Now g dot f of x, similarly by definition g of f of x, and f of x is given as 8x cube. Therefore g of 8x cube. Now g of x x raised to 1/3 തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ 8x ക്യൂബാണ്. ജി ഓഫ് എക്സിൽ എക്സിൻ്റെ പ്ലേസിൽ 8x ക്യൂബാണ്. ആൻസറിലും എക്സിൻ്റെ പ്ലേസിൽ 8x ക്യൂബ് എന്ന് എഴുതുക. എക്സ് റേസ് ടു 1/3ക്ക് പകരം എക്സിൻ്റെ സ്ഥാനത്ത് 8x ക്യൂബ് റേസ് ടു 1/3. Raised to 1/3 means cube root. Cube root of 8 is 2 and cube root of x cube is x. Clearly f dot g not equal to g dot f. Prove that sin inverse 3/5 minus sin inverse 8/17 is equal to cos inverse 84 divided by 85. Here we have to prove that sin inverse 3/5
minus sin inverse 8 by 17 is equal to cos inverse 84 divided by 85. ഈ എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസിനെയും നമ്മൾ ടാൻ ഇൻവേഴ്സിൻ്റെ ടേമിലേക്കാക്കി മാറ്റുന്നു. ഈ ഓരോ ആംഗിളും ടാൻ ഇൻവേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ആദ്യം നമുക്ക് സൈൻ ഇൻവേഴ്സ് 3/5 തീറ്റ എന്നെടുക്കാം. ദെൻ സൈൻ തീറ്റ ഈസ് 3/5. സൈൻ ഇൻവേഴ്സ് 3/5 തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ ഈസ് 3/5. ലെറ്റ് us draw a right triangle. ഈ അക്യൂട്ട് ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്താൽ സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡിൽ 3 എന്നും ഹൈപ്പോട്ടന്യൂസിൽ 5 എന്നും മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എ എന്നെഴുതി. ബൈ പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ പ്ലസ് altitude square 3 square 9 is equal to hypotenuse square 5 square is equal to 25. A square is 25 minus 9, that is equal to 16. A is equal to root of 16, that is 4. നമുക്ക് തീറ്റയിൽ നിന്നും ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ is equal to opposite side by adjacent side. Opposite side by adjacent side, that is 3/4. Therefore theta is tan inverse 3/4. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തീറ്റ സൈൻ ഇൻവേഴ്സ് 3/5 എന്നാണ് എടുത്തത്. അത് ടാൻ ഇൻവേഴ്സിൽ എക്സ്പ്രസ് ചെയ്തപ്പോൾ ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കിട്ടി. ദെർഫോർ സൈൻ ഇൻവേഴ്സ് 3/5 ഈസ് സെയിം ആസ് tan inverse 3/4. ഓക്കെ, അടുത്തത് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 8/17, ലെറ്റ് ഇറ്റ് ബി 5. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഫ്രം ദിസ് വി ഗോട്ട് സൈൻ 5 ഈസ് ഈക്വൽ ടു 8/17. ഈ ആംഗിൾ 5 എടുത്താൽ opposite side sin phi is opposite side by hypotenuse. adjacent side a എന്ന് മാർക്ക് ചെയ്തു. now base square a square plus altitude square 8 square is equal to hypotenuse square 17 square 289. a square is equal to 289 minus 64, that is equal to 225. A is equal to square root of 225, that is equal to 15. നമുക്ക് ടാനിലാണ് ആക്കേണ്ടത്. ഫോർ ടാൻ ഫൈ. ടാൻ ഫൈ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 8/15. Therefore phi is equal to tan inverse 8/15. സ്റ്റാർട്ടിങ്ങിൽ phi sin inverse 8/17 ആണ് എടുത്തത്. Therefore sin inverse 8/17 is same as tan inverse 8/15. ഇനിയും കോസ് ഇൻവേഴ്സ് 84/85 കൂടെ ടാൻ ഇൻവേഴ്സിൻ്റെ ടേംസിലാക്കാം. Let us take cos inverse 84/85 as psi. From this, cos psi is equal to 84/85. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ആംഗിൾ അക്യൂട്ട് ആംഗിൾ psi എന്ന് മാർക്ക് ചെയ്യാം. Now cos psi is adjacent side by hypotenuse. ഓപ്പോസിറ്റ് സൈഡ് എ എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ കോസ് ആയതുകൊണ്ട് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് 84/85. ബൈ പൈതഗോറസ് തിയറം 84 സ്ക്വയർ, ദാറ്റ് ഈസ് 7056 പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 85 സ്ക്വയർ, ദാറ്റ് ഈസ് 7225. എ സ്ക്വയർ ഈസ് 7225 minus 7056, that is equal to 169. Calculation steps ഒക്കെ കാൽക്കുലേറ്റർ ചെയ്യാം. A is equal to root of 169, that is 13. Now tan psi is equal to opposite side by adjacent side
Therefore, psi is equal to tan inverse 13 by 84. That is cos inverse 84 by 85 is same as tan inverse 13 by 84. ഇപ്പോൾ തന്നിരിക്കുന്ന 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസും നമ്മൾ ടാൻ ഇൻവേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. Now LHS is equal to sin inverse 3 by 5 minus sin inverse 8 by 17 is equal to sin inverse 3 by 5 is tan inverse 3 by 4. അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. മൈനസ് sin inverse 8 by 17 എന്ന് പറയുന്നത് നമുക്ക് tan inverse 8 by 15 എന്ന് കിട്ടിയിട്ടുണ്ട്. Now we know that tan inverse x minus tan inverse y is equal to tan inverse x minus y by 1 plus xy. ഇത് നമ്മൾ റിവിഷൻ സീരീസിൽ 1ൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. tan inverse x minus tan inverse y is equal to tan inverse x minus y by 1 plus xy. That is tan inverse 3 by 4. X is 3 by 4, y is 8 by 15 divided by 1 plus 3 by 4 into 8 by 15. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. tan inverse 13 by 60 divided by 1 plus 3 by 4 into 8 by 15, 24 by 60. That is equal to tan inverse 13 by 60 divided by 84 by 60. ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ റിവിഷൻ സീരീസ് 1 റെഫർ ചെയ്യുക. 60 ക്യാൻസൽ ചെയ്യുമ്പോൾ tan inverse 13 by 84, and we have already proved that tan inverse 13 by 84 is same as cos inverse 84 by 85. That is the RHS.